സമൂഹത്തിൽ ഉള്ളവരെ പ്രതികരിക്കുന്ന രീതി, കമൻറ്റുകൾ, ഇതെല്ലാം വായിച്ച് പൊതുവായിട്ട് നമുക്ക് മനസ്സിലായി എടുക്കുന്നതാണ്. ഇപ്പോൾ സിനിമയിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. പിന്നെ സിനിമയിൽ അങ്ങനത്തെ നമ്മൾ സംഭാഷണങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുമ്പേ ഉള്ള ജനറേഷൻ സിനിമകളിൽ സംസാരിക്കുന്നതെല്ലാം നമ്മളെ എന്താ പറയുക സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളതിനെല്ലാം ബ്രേക്ക് ചെയ്യപ്പെട്ടത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ആയിരിക്കും. സോഷ്യൽ മീഡിയ അതിൽ തീർച്ചയായും ഭയങ്കര നല്ല പങ്കുണ്ട്. പിന്നെ ജീവിതമാണ്, നമ്മൾ ഓരോ വയസ്സും നമ്മൾ ഓരോ പ്രായത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ബോധമുണ്ടല്ലോ, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹാപ്പി വെഡിങ്ങിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഹാപ്പി വെഡിങ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിൽ പ്രേമത്തിന് ശേഷം ഏറ്റവും ഗുണം ചെയ്ത സിനിമയാണ്. ഞാൻ ആ സിനിമയെയോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെയോ അല്ല പറഞ്ഞത്, അതിൽ കുറച്ച് ഡയലോഗുകൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നിയിട്ടുണ്ട്. അത് അന്നേ ആ സമയത്തെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. പക്ഷെ ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ അതിലൊരു ഹ്യൂമർ ഉണ്ട്, അതിനും ചിരിക്കുന്ന ഒരു ക്രൗഡ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലായിരിക്കും ചിലപ്പോൾ ആ ഡയലോഗെല്ലാം എടുത്തത്. പക്ഷെ ഇനിയൊരു ക്രൗഡ് ഉണ്ട്, അത് ചിരിക്കും, പക്ഷെ അത് ഡയലോഗ് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ക്രൗഡ് ചിരിക്കേണ്ട, ഡയലോഗ് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ മാറ്റും. എനിക്കിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഇത്രയും കാലം ഞാൻ ഇത്രയും മൂവീസ് ചെയ്തു എന്നുള്ളത് എനിക്ക് തന്നെ ഭയങ്കര ഒരു അത്ഭുതമാണ്. കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ആ പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ തന്നെ പിന്നെയും നോക്കുമായിരുന്നു അത്. സോ കുറേ സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെയും ഇപ്പോഴുള്ള ആക്ടേഴ്സിൻ്റെ കൂടെയും അഭിനയിക്കാൻ പറ്റുന്നത് എനിക്കൊരു അപ്പർ ഹാൻഡ് ആയിരുന്നു ഞാൻ പറയില്ല. പക്ഷെ ഒരു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണത്. അതായത് ഇപ്പോഴും നമുക്ക് അക്സെപ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല മൂവീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഷറഫുദ്ദീൻ്റെ കൂടെയൊക്കെ മൂവി ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 2-3 ഡേയ്സൊക്കെ ഞാനിങ്ങനെ ഹായ് ഹലോ ആവയോ എന്നുള്ളൊരു ഇതിലായിരുന്നു. ഷറഫും ഇങ്ങനെ കുറേ നേരമോ വന്നിട്ട് എന്നൊക്കെയുള്ളൊരു ഇതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് സെറ്റായി. സോ എനിക്ക് തോന്നുന്നു എനിക്ക് ആസിഫിനെയൊക്കെ ഓർമ്മ വന്നു. കാരണം ഞാൻ ഒഴിമുറിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആസിഫൊക്കെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നാഗർകോവിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഞാൻ തമിഴും ചെയ്യുന്നുണ്ടോ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം, ആസിഫിനെ അറിയില്ല. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും പുതു ഹീറോവാ, ഓ ശരി ഉങ്ങൾ പേരെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആസിഫ് അവിടെ നിന്ന് പറയും ചേട്ടാ പുതിയ ഹീറോ ആണ്. എന്നിട്ട് ആസിഫ് തന്നെ ഞാനും ആസിഫും കൂടി വണ്ടിയിലൊക്കെ പോകുമ്പോൾ മൈസൂരൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഓമനക്കുട്ടൻ്റെ സമയത്ത് ഞാൻ കന്നഡ മൂവീസ് ചെയ്യുന്നതാണ് അവിടെ എന്നെ അറിയാം. അതുകൊണ്ട് ആസിഫ് തന്നെ വണ്ടിയൊക്കെ ചേട്ടാ ഒന്ന് വണ്ടി നിർത്തുമോ, ഞാൻ വണ്ടിയിൽ ഇരിക്കുകയായിരിക്കും, അവൻ തന്നെ ഗ്ലാസ്സൊക്കെ താത്തിയിട്ട് പാരുങ്ക എന്നൊക്കെ പറഞ്ഞിട്ട്. സോ എനിക്ക് ആക്ച്വലി ഷറഫിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു 3-4 ഡേയ്സ് എനിക്ക് കുറേ അങ്ങനെയൊക്കെ ഇതായിരുന്നു. അപ്പോൾ ആ ഒരു അതൊരു നല്ല ഫാക്ടറാണ്. എൻ്റെ കൂടെ അഭിനയിച്ചു ഇപ്പോൾ ചാക്കോച്ചനാണെങ്കിലും ജയേട്ടൻ, പൃഥ്വി, അത് കഴിഞ്ഞ് പിന്നെ ആസിഫ്, നിവിൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഷറഫ്, അതൊരു ജേർണി ആലോചിക്കുമ്പോൾ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ബേസിക്കലി ഒരു സ്റ്റാർ കോട്ട് ചെയ്യുമ്പോൾ പൈസ സാലറി പറയുന്നത് അവരുടെ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടാണ്. സോ ബേസിക്കലി അത് നമ്മുടെ ഇൻഡസ്ട്രി എന്നല്ല, പൊതുവേ സിനിമ ഇൻഡസ്ട്രി ബേസ്ഡ് ഓൺ ഹീറോസ് ആണ്. അതൊരു റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഒരു ലേഡി ആക്ട്രസ് ആണെങ്കിലും ആക്ടറാണെങ്കിലും അവരുടെ മൂവി ഹിറ്റാണെങ്കിൽ അവർക്കൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവർക്ക് പൈസ ചോദിക്കാം. അപ്പോൾ അത് വേണം എന്ന് വെച്ച് ഹീറോസിന് ഇത്ര ഞങ്ങൾ കൊടുക്കും, ഹീറോയിൻസ് ഞങ്ങൾ ഇത്രേ കൊടുക്കുള്ളൂ എന്ന് അങ്ങനെ വേണം എന്ന് വെച്ച് തീരുമാനം ഉണ്ടാവുന്നതല്ല. അവർക്കൊരു മാർക്കറ്റ് വാല്യൂ നോക്കി ഉണ്ടാവുന്നൊരു തീരുമാനമാണ് പൈസ എന്ന് പറയുന്നത്. സോ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ വെച്ച് പടം ചെയ്താൽ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ട്, അവരെ വെച്ച് പടം ചെയ്താൽ ആ പടം ഓടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൽ ഓഡിയൻസ് അതിലേക്ക് വരുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് ഒരു മാർക്കറ്റിംഗ് അവിടെ നടക്കുന്നത്. അങ്ങനെ പ്രൂവ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹീറോയിൻസിന് പൈസ കൂടുതൽ ചോദിക്കാമെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വരുന്ന മാറ്റങ്ങളൊക്കെ. സോ അതൊരു മെയിൽ ഡോമിനൻസി എന്നൊന്നുമില്ല, അതൊരു മാർക്കറ്റ് വാല്യൂ ആണ്. അതാണെങ്കിലും പെണ്ണാണെങ്കിലും അവരെ വെച്ച് പടം ചെയ്താൽ പടം ഓടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് അവർക്ക് പൈസ വയ്ക്കും.